1990 ഓഗസ്റ്റ് 2 അർദ്ധരാത്രി ഇറാഖ് പ്രസിഡന്റ് സദാം ഹുസൈന്റെ നേതൃത്വത്തിൽ 1,00,000-ലേറെ ഇറാഖി സൈനികരും 700-ഓളം യുദ്ധ ടാങ്കുകളും കുവൈത്തിന്റെ അതിർത്തി പോസ്റ്റുകൾ തകർത്ത് രാജ്യത്തേക്ക് കടന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ ചില്ലറ തർക്കങ്ങളുണ്ടായിരുന്നു. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഇടപെടലിലൂടെ ഈ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ടായിരുന്നു. അതിനിടെയാണ് മുന്നറിയിപ്പില്ലാതെ സദാമിന്റെ പട്ടാളം കുവൈറ്റിൽ പ്രവേശിച്ചത്. ഇന്ത്യക്കാരുൾപ്പെടെയുള്ള വിദേശികളും സ്വദേശികളും ഒരുപോലെ നരകയാതന അനുഭവിച്ച നാളുകളായിരുന്നു പിന്നീട്. കുവൈറ്റിൽ കുടുങ്ങിയവരെ ഇന്ത്യയിൽ എത്തിക്കുക ദുഷ്കരമായ ദൗത്യമായിരുന്നു. കുവൈറ്റിൽ നിന്ന് ബാഗ്ദാദ് വഴി ജോർദാൻ അതിർത്തിയിലേക്ക് ഇറാഖ് സർക്കാർ ബസ് സർവീസ് ഏർപ്പെടുത്തുകയും ചെയ്തു. ഒക്ടോബർ അവസാനം വരെ ഈ ഒഴിപ്പിക്കൽ തുടർന്നു. കൂട്ടപലായനത്തിന്റെ നാളുകളായിരുന്നു പിന്നീട് അങ്ങോട്ട്. ഗൾഫ് യുദ്ധം നടന്ന് 3 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ നിറയുന്നു. ഗൾഫ് യുദ്ധം ഇന്ത്യയെ ഏറെ ബാധിച്ചിരുന്നു. കാലം മാറിയെങ്കിലും പശ്ചിമേഷ്യയിലെ സംഘർഷം ഇന്ത്യയെയും ബാധിക്കും. അതിന്റെ ആശങ്കയിലാണ് രാജ്യം. ഇറാൻ ഇസ്രായേലിൽ മിസൈൽ ആക്രമണം നടത്തിയതിനു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ഉയർന്നു. ഇറാന്റെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തുമെന്ന സൂചന ശക്തമായതിന് പിന്നാലെയാണ് വില വർധനവ് ഉണ്ടായത്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. ക്രൂഡ് വില 5% കഴിഞ്ഞ ദിവസം മാത്രം കൂടിയത്. ഇത് തുടർന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അത് ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ക്രൂഡ് ഓയിലിന്റെ വില വർധനവിനെ ആശ്രയിച്ചാണ് പ്രധാനമായും നിലനിൽക്കുന്നത്. ആവശ്യമായ എണ്ണയുടെ 85%-ലധികവും ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ്. അതിനാൽ എണ്ണവില ഉയരുന്നത് ഇന്ത്യയെയും വലിയ തോതിൽ ബാധിക്കും. മാത്രമല്ല, ഓഹരി വിപണിയിൽ കഴിഞ്ഞ ദിവസം വൻ തകർച്ചയും നേരിട്ടിരുന്നു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് സൂചിക 1.2% ഇടിവ് നേരിട്ടു. ഹിന്ദുസ്ഥാൻ പെട്രോളിയം, IOC, GSPL എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ടത്. സെൻസസ് 1750-ലേറെ പോയിന്റ് തകർന്നു. നിഫ്റ്റി ആകട്ടെ 25,250 നിലവാരത്തിലുമെത്തി. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം രൂക്ഷമായതോടെ ഏഷ്യൻ സൂചികകളോടൊപ്പം ഇന്ത്യൻ വിപണിയും വലിയ തകർച്ചയാണ് നേരിട്ടത്.